കർത്താവിൻ്റെ നാമത്തിലൂടെ കടന്നിരിക്കുന്നതിനെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പലകാലം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23-ാമത് വാക്യം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 23-ാമത് വാക്യം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കടവിട്ടു പലനാഴിക ദൂരത്തായി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരും. യേശു തനിയെ പ്രാർത്ഥിപ്പാൻ കയറിപ്പോയി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാനുഭവങ്ങൾ ശോധന ചെയ്യുക, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു ദൈവത്തെ കുറിച്ച് ചിന്തിപ്പാൻ കർത്താവ് കൃപ ചെയ്യണം. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർത്താവദാസന്റെ പാട്ട് പാടിയപ്പോ ദിനകരൻ ബ്രദർ ഈ പാട്ട് പാടുമ്പോൾ രണ്ട് കണ്ണിൽ കൂടെ കണ്ണുനീരിക്കുന്ന താരധാരയായ അദ്ദേഹം എഴുതിയ പാട്ടെന്നാണ് തോന്നുന്നത്. ഈ പാട്ട് അദ്ദേഹം പാടുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥനാമലൊക്കെ ഒന്ന് പാടുമ്പോൾ രണ്ട് കണ്ണിൽ കൂടെ താരധാരയായി കണ്ണുനീരൊഴുകും. അതിന് ആ പാട്ട് പാടി കേട്ടപ്പോൾ ഒരു പ്രാവശ്യം കൂടെ അദ്ദേഹത്തെ ഓർക്കുവാനിടയായി തോന്നുന്നു. ഇവിടെ യേശു കർത്താവിന്റെ പ്രാർത്ഥനയാണ് ഇന്ന് പലകാലം നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാനുഭവം എന്താണ്? യേശു ദൈവപുത്രനായി ലോകത്തിൽ വന്നു. കർത്താവ് ജനിച്ചപ്പോൾ പാപിയല്ല, ജനനം കൊണ്ട് പാപിയല്ല, ജീവിതം കൊണ്ട് പാപിയല്ല. യേശു കർത്താവിനെ കൊല്ലുവാനായിട്ട് വിധിക്കുന്ന വിധികർത്താക്കന്മാർ പോലും പറയുന്നു, ഞാൻ ഇവരൊരു കുറ്റവും കാണുന്നില്ല. അപ്പൊ യേശു കർത്താവ് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കും രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ അനുകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മോഡൽ യേശു ക്രിസ്തുവാണ്. ദൈവപുത്രനായ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു കർത്താവ് വ്യക്തിപരമായി പ്രാർത്ഥിപ്പാൻ സമയം കണ്ടെത്തിയെങ്കിൽ അതിവിടെ നമ്മൾ വായിച്ചു കേട്ടത്, യേശു പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഒറ്റയ്ക്കുള്ളൊരു പ്രാർത്ഥന യേശുവിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ദൈവം അറിയുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും പ്രാർത്ഥിപ്പാൻ ഒരു ഇടമുണ്ടാകണം. വ്യക്തിപരമായ ഒരു പ്രാർത്ഥന അനുഭവം എങ്കിലും ഉണ്ടാകണം. ഓരോ ദിവസവും നമ്മൾ കൂട്ടായി പ്രാർത്ഥിക്കുന്നവരാണ്, കുടുംബമായി പ്രാർത്ഥിക്കുന്നവരാണ്. നിർബന്ധമായും രാവിലെയും വൈകുന്നേരമെങ്കിലും, മറ്റന്നാൾ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ ഭവനങ്ങൾ പ്രാർത്ഥന ഉയരണം. നിർബന്ധമായി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവസന്നിധി നമ്മൾ കാണിക്കുന്ന പാപമാണ്. അപ്പൊ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനയും നമുക്ക് ആവശ്യമായിരിക്കുന്നു. നമ്മുടെ സുരേഷ് ബാബുവിലൂടെ പ്രസംഗിക്കാൻ വന്നതായ ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്നത്തെ വിശ്വാസിയുടെ പ്രാർത്ഥന മൊബൈൽ ഫോൺ അടുത്ത് വെച്ചുകൊണ്ടിരിക്കും. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ഫോൺ വിളിക്കും, ആ ഫോൺ എടുത്ത് ആ വ്യക്തിയോട് സംസാരിക്കും, ഫോൺ വെച്ചിട്ട് പിന്നെ സ്തോത്രം ചെയ്ത് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇടയ്ക്ക് ഫോൺ വരും, അതിങ്ങനെ സംസാരിക്കും. ഇതൊന്നും ദൈവത്തോടുള്ള പ്രാർത്ഥന അല്ല എന്ന് അദ്ദേഹം പറയുവാനിടയായി. മൊബൈൽ ഫോൺ വേണ്ട എന്നുള്ളതല്ല, പിന്നെയോ യേശുവായിട്ടുള്ള സമയം ചെലവഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. പ്രജീശാസ്ത്രം കൊണ്ട് ദൈവദാസനാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ ആ വേദിയിൽ ഉണ്ടായിരുന്നു.
ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രാർത്ഥന ഏത് തരത്തിലാണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആ ദൈവമുഖം കണ്ടുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പലതരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. നമ്മൾ മുട്ടുമേന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അല്ലാതെ തറയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കസേരയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശരീരത്തിന്റെ ആരോഗ്യത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ നമ്മുടെ ഹൃദയം ഏകാഗ്രമായിരിക്കണം. പ്രാർത്ഥനയുടെ ഒരു അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് അടുക്കുന്ന ഒരു സമയമാണ് ഈ പ്രാർത്ഥന. കർത്താവും ഞാനും മാത്രവും ആയിട്ട് ആ ലൈൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് നിശ്ചയമായി ദൈവം മറുപടി തരുവാനിടയായിത്തീരും. അതുപോലെ തന്നെ ദൈവവചനത്തിനും പ്രാധാന്യമുണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ദൈവവചനമാണെങ്കിലും ആ വചനം ഒരു വ്യക്തി അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകുമ്പോൾ, അതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ, അത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയാണെന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ആ വ്യക്തിയിലേക്ക് ആ ദൈവവചനം വിടുതലായി ഭവിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരുപക്ഷെ കാണാതെ അറിയാവുന്ന വചനമായിരിക്കും. പക്ഷെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി പല വചനങ്ങളും പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളെ കർത്താവ് വിവേചിച്ചു കൊണ്ടിരിക്കും. വ്യക്തികളെ കുറിച്ചുള്ള ദൂതുകളായിരിക്കും. ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും വലിയ പ്രവചനം. ആ വചനം ഏറ്റെടുക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആളുകൾ കൂടുതലോ കുറവോ എന്നുള്ളതല്ല. രണ്ടുപേർ ഒരുമിച്ച് ഒരുമനപ്പെടുമ്പോൾ യേശു അവരുടെ നടുവിൽ ഉണ്ടെന്നാണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന അനുഭവം എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാന്റെ മത്തായി സുവിശേഷം 14-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മത്തായി 14-ാം അധ്യായത്തിൽ യോഹന്നാന്റെ ശിരച്ഛേദം നടക്കുന്നു. 14-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാം. ആളയച്ച് തടവിൽ യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിച്ചു. അവന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. യോഹന്നാനെ ശിരച്ഛേദം ചെയ്ത് കഴിഞ്ഞപ്പോൾ യോഹന്നാന്റെ ശവശരീരം അവന്റെ ബാല്യക്കാർ വന്ന് അടക്കം ചെയ്യുവാൻ ഇടയായി തീർന്നു. അതിന്റെ 17 മുതൽ 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിക്കുന്നു. യോഹന്നാനെ ശിരച്ഛേദം ചെയ്ത് കഴിഞ്ഞ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാനും ദൈവരാജ്യത്തിലെ സത്യങ്ങളെ വിളമ്പുവാനും യേശു കർത്താവ് അതിൽ ഉത്സുകനായി എഴുന്നേറ്റു. യേശു കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളമുണ്ട്. 5000 പേരെ ശാരീരികമായി പോഷിപ്പിക്കുന്ന ആ കർത്താവ്. 14-ാമത് വാക്യം 22-ാം വാക്യം വായിക്കാം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. യേശു കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്തിട്ട് യേശു അവിടെ നിന്നില്ല. ശിഷ്യന്മാരെ പോലും അത് ഗലീല കടലിന്റെ അക്കരയ്ക്ക് പറഞ്ഞ് നിർബന്ധിച്ചു പറഞ്ഞയച്ചു. എന്താ? യേശു കർത്താവിന് ഒറ്റയ്ക്കിരുന്ന് പിതാവിനോട് സംസാരിക്കുക. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കപ്പെടുന്ന പ്രാർത്ഥനയിൽ നമ്മൾ ആയിരിക്കണമെങ്കിൽ ചിലതൊക്കെ നിർബന്ധപൂർവം മാറ്റി നിർത്തിയെങ്കില് ദൈവസന്നിധി പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന സകലതും നമ്മൾ മാറ്റിവെക്കുവാനായിട്ട് ഇടയായി തീരണം. ഒരുപക്ഷെ ഒരു 3-4 വയസ്സ് പ്രായം വരെയുള്ള കൊച്ചുകുട്ടികൾ, ആ കുട്ടികൾക്ക് പറഞ്ഞാൽ അറിയാത്ത കുട്ടികളെ മാത്രം നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയില്ല. അങ്ങനെയായിരിക്കും എന്റെ അഭിപ്രായത്തിൽ. ഭർത്താവ് വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ഭാര്യ കുഞ്ഞുങ്ങളെ നോക്കണം, ഭാര്യ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവ് കുഞ്ഞുങ്ങളെ നോക്കണം. വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ ഓരോ വ്യക്തികളും സമയം കണ്ടെത്തി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കഴിയണം. വേദപുസ്തകത്തിൽ
ദൈവത്തിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും നമ്മൾ സമയം കണ്ടെത്തേണ്ടെന്ന് ആവശ്യമുണ്ട്. യേശു ശിഷ്യന്മാരെ പോലും പലപ്പോഴും കൂട്ടിയില്ല. യേശുവിനോട് കൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനുമാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ശിഷ്യന്മാരെ പോലും പലപ്പോഴും മാറ്റി നിർത്തി യേശു തന്നെ ശിഷ്യന്മാരെ 5 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 12 കുട്ടയൊക്കെ നിറച്ചെടുത്ത് കഴിഞ്ഞപ്പോ പിന്നെ ശിഷ്യന്മാരെ യേശുവിന്റെ കൂടെ നിർത്തിയാൽ ഈ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും യേശുവിനോട്. പക്ഷെ യേശുവിനോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുകയില്ല. അത്ഭുതങ്ങളല്ല വിഷയം, വ്യക്തിപരമായി ദൈവവുമായുള്ള നമ്മുടെ ബന്ധമാണ് ദൈവം നോക്കുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും. നിരന്തരമായി നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും. ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയും, വാഹനം ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയും. അതുപോലെ ഏത് അവസ്ഥയിലും ദൈവത്തിന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. ആ പ്രാർത്ഥന മാത്രം പോരാ, വ്യക്തിപരമായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് ദൈവം ഇറങ്ങി വരുന്ന സമയങ്ങളാണ്. ഒരു ദിവസം കുറെ കഴിയുന്ന സമയങ്ങൾ വ്യക്തിപരമായി ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും അവൻ നിരാശപ്പെടുകയില്ല. അവരെ ദൈവം ബലപ്പെടുത്തും. അതാണ് ദൈവമക്കളിൽ കഠിനമാകുന്ന തകർക്കപ്പെടുന്ന പല അനുഭവങ്ങളിലൂടെ കടന്നുപോയാണ് എന്നെ പിടിക്കുന്നത്. എന്തെല്ലാം ശോധനകളിലൂടെ ജീവന് പോലും വെല്ലുവിളി ഉണ്ടായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടില്ലേ? അത് തകർന്നു പോകുമെന്നും ലോകം മുഴുവൻ പറഞ്ഞ സാഹചര്യത്തിൽ ദൈവം വിടുവിച്ച അവസ്ഥകളിലായിരിക്കുന്നവരില്ലേ? ഡോക്ടർമാർ പറഞ്ഞില്ലേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ലെന്ന്. അവിടെ നിന്നൊക്കെ ദൈവം വിടുവിച്ച് കൊണ്ടുവന്നതിന് ദൈവത്തിന് നന്ദി പറയുവാൻ. ഒരുപക്ഷെ നമ്മുടെ കാശ് കൊണ്ടായിരിക്കാം, നമ്മുടെ ആൾബലം കൊണ്ടായിരിക്കാം, സ്വാധീനം കൊണ്ടായിരിക്കാം രക്ഷപ്പെട്ടെന്ന് ഒരുപക്ഷെ കരുതി. അതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ ഒരു ദൈവവേദന്റെ പ്രത്യാശ, എന്റെ ദൈവമാണ് എന്നെ വിടുവിച്ചത്, എന്റെ ദൈവമാണ് എന്നെ നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ വ്യക്തിപരമായ പ്രാർത്ഥന അനുഭവം ഒരു ദൈവവേദന അത്യാവശ്യമാണെന്ന് കർത്താവിടെ പഠിപ്പിക്കുക. യേശു ശിഷ്യന്മാരെ അക്കരെ പറഞ്ഞയക്കുവാനായിട്ട് ഇടയായി തീർന്നു. 23-ാം വാക്യം. പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഒരുപക്ഷെ നമുക്ക് അത്യാവശ്യ യാത്രകളിലാണ്, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം കർത്താവിന് അറിയാം. നമ്മൾ യാത്രയിലായിരിക്കുമ്പോൾ എന്റെ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ മറ്റ് മധ്യസ്ഥന്മാരുടെ അടുക്കലേക്കല്ല, നമ്മൾ യേശുവിലേക്ക് അടുത്തു വരുവാൻ തയ്യാറാകണം. യേശുവാണ് ഏക മധ്യസ്ഥൻ. യേശു കർത്താവ് തനിയെ മലയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശിഷ്യന്മാരെ യേശു നിർബന്ധിച്ചാണ് കടലിനക്കരയ്ക്ക് പറഞ്ഞയച്ചത്. കടലിനക്കരയ്ക്ക് പറഞ്ഞയക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം, യേശുവിന്റെ ശിഷ്യന്മാര് യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ പോലും പലപ്പോഴും അവരുടെ അകത്ത് ചില ചിന്തകള്. ഒരു പ്രാവശ്യം യേശു നിങ്ങളെന്താ വഴിയിൽ സംസാരിച്ചത്, അത് തങ്ങളിൽ ആരാണ് വലിയവൻ, ഈ 12 പേരിൽ ആരാണ് വലിയവൻ എന്നുള്ള ചിന്തയാണ് അവർക്ക്. ചിലർക്കുള്ള ചിന്ത നമുക്ക് എന്തിനാ കരം കൊടുക്കാൻ കഴിയും, ചിലർക്ക് നമ്മുടെ ചിന്ത താമസിക്കുവാനായിട്ട് നമുക്ക് ഇടമില്ലല്ലോ. ചിലരുടെ ചിന്ത നമുക്ക് ഭക്ഷിപ്പാൻ എങ്ങനെ ആഹാരം കിട്ടും. യേശു കർത്താവിനെല്ലാം തക്ക സമയങ്ങളിൽ മറുപടി കൊടുക്കുന്നെങ്കിലും ആകുലതകൾ കുറയുന്നില്ല. മനുഷ്യ ജീവിതത്തില് അനേക വിഷയം ആകുലതകൾ കുറെ. ഇന്നലെ രാത്രി ദൈവജനം പ്രസംഗിച്ച മകൾ പ്രസംഗിച്ചു. കാശിന് 2 കാശിന് 5 കുരികളിനെ വിൽക്കുന്നതിൽ ഒന്നിനെ പോലും ദൈവം മറന്നു കളയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ തന്റെ സ്വന്തം കരങ്ങൾ നിർമ്മിച്ച നമ്മെ ദൈവം മറന്നു കളയുമോ? ദൈവം നമ്മെ മറന്നു കളയുന്നവനല്ല. നമ്മൾ തക്ക സമയത്ത് എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കഴിഞ്ഞ ഉപവാസം പ്രാർത്ഥനയിൽ വന്ന ദൈവദാസന്മാർ ഒരാൾ പ്രസംഗിച്ചപ്പോൾ ഓർമ്മിച്ചതുപോലെ നാളെ രാവിലെ 10 മണിക്ക് 1 ലക്ഷം രൂപ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ 9:59 വരെ എന്റെ സമയമാണ്. പക്ഷെ 10 മണിക്ക് ദൈവത്തിന്റെ സമയമാണ്. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. പക്ഷെ ദൈവവുമായി ഒരു നല്ല ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കണമോ? വ്യക്തിപരമായ പ്രാർത്ഥന കൂടിയേ തീരൂ.
നിങ്ങൾക്ക് ദൈവമക്കളെ ആരുടെയെങ്കിലും ജീവിതത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ ഇന്ന് ഒരു തീരുമാനത്തോടെ കടന്നു പോവുകയാണ്. അതെ, ഒരു ശത്രുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായി വേദോത്സവം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു പകൽക്കാലം 2-3 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ച് വീട്ടുകാര്യങ്ങളെല്ലാം ഒരുക്കി വയ്ക്കുമ്പോഴായിരിക്കും ഒരു പ്രയോജനമില്ലാത്ത ഒരു മനുഷ്യൻ കയറി വരുന്നത്. അന്നത്തെ പ്രാർത്ഥനാനുഭവങ്ങൾ ആ വ്യക്തിയെ കൂടി ഇരുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പിന്നെ ആ സമയത്ത് അദ്ദേഹം കയറി വരില്ല. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജ്ഞാനി ദൈവദാസന്മാരുടെയൊക്കെ വീടുകളിലൊക്കെ പോകുമ്പോൾ, അത് ചില വിശ്വാസികളുടെ വീടുകളിൽ പോകുമ്പോൾ എനിക്ക് അനുഭവമായി. ചിലപ്പോഴേക്കും അവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാവരും ഒരുമിച്ച് ഇരിക്കും, ചില തറയിലും പായയിലും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. നിങ്ങൾ ചെന്ന് കയറുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥന സമയമാണോ? അപ്പൊ അവർ പറയും, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആദ്യം പ്രാർത്ഥന, പിന്നെ സംസാരം. അവിടെ പ്രാർത്ഥനാ സമയത്തിന് ഒരു വ്യത്യാസവുമില്ല, ഇനി ആര് വന്നാലും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു കൃത്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവിടെ യേശു 26-ാമത് വാക്യം, അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. യേശു കർത്താവിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന യേശുവിനെ കടലിന്റെ മീതെ നടത്തുവാൻ സഹായിച്ചു. കർത്താവ് ദൈവപുത്രനാണ്, പക്ഷെ വ്യക്തിപരമായ പ്രാർത്ഥനയുള്ള ഒരു ദൈവമായി തന്നെ കടലിന്റെ മീതെ നടക്കുവാൻ, ആഴക്കടലിന്റെ ആഴങ്ങളെ അറിയാതെ അതിന്റെ മുകളിലൂടെ നടക്കുവാൻ, ഇന്ന് അനുഭവിക്കുന്ന അനേക പ്രതിസന്ധികൾ നിന്നെ മുക്കിക്കളയുവാൻ തക്കവണ്ണം കടൽ വെല്ലുവിളിക്കുന്നത് പോലെ നിന്നെ തകർത്ത് കളയാൻ നിൽക്കുന്ന രോഗമായിരിക്കാം, തകർത്ത് കളയാൻ നിൽക്കുന്ന സാമ്പത്തിക ബാധ്യതയായിരിക്കാം, ശാരീരികമായ ക്ലേശങ്ങളായിരിക്കാം, കുടുംബത്തിന്റെ അസമാധാനമായിരിക്കാം, നിന്നെ തകർത്ത് കളയാൻ നിൽക്കുന്ന ഏത് പ്രതിസന്ധിയുടെ മുകളിലൂടെ നിന്നെ നടത്തുന്നതാണ് നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന. ആ വ്യക്തിപരമായ പ്രാർത്ഥനാനുഭവം പ്രതിസന്ധികളുടെ മുകളിലൂടെ നമ്മെ നടത്തുവാനായിട്ട് ഇടയായി തീരും. യേശു കർത്താവ് വ്യക്തിപരമായ പ്രാർത്ഥന, യേശു കടലിന്റെ മീതെ നടന്നത് മാത്രമല്ല. 14-30 വാക്യം, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. പത്രോസും യേശുവിനെ പോലെ നടക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവന്റെ മേൽ അവിശ്വാസം വന്നു. ദൈവമാണ് എന്നെ നടത്തുന്നു എന്ന ബോധം ഒരു ദൈവവേദനുണ്ടാകണം. അവിടെ അവിശ്വസിക്കരുത്. സാഹചര്യങ്ങളിലേക്ക് നോക്കി നമ്മൾ അവിശ്വസിച്ചാൽ നമ്മൾ അതിൽ കടലിന്റെ ആഴത്തിൽ പത്രോസ് താഴാൻ തുടങ്ങിയതുപോലെ നമ്മളും താണുപോകും. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ താണുപോകും. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാനായിട്ട് ഇടയായി തീരും. അപ്പോ അങ്ങനെ പത്രോസ് കാറ്റ് കണ്ട് പേടിച്ച് പത്രോസ് മുങ്ങിത്തുടങ്ങുമ്പോൾ യേശു കടലിന്റെ മേൽ നടക്കുന്ന ആ ശിഷ്യന്മാർ കണ്ടിട്ട് യേശുവിനെ കുറിച്ച് അവിടെ ഹൃദയത്തിനകത്ത് ഒരു ധാരണയുണ്ടായി. 32-33 വാക്യങ്ങൾ. യേശു പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. യേശു നമ്മുടെ ജീവിത പടകിൽ കയറിയാൽ പിന്നെ കാറ്റിനും കോളിനും സ്ഥാനമില്ല. ഏതൊക്കെ പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നോ, നാം വിട്ടുമടക്കി നമ്മുടെ വിഷയം ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വസ്ഥമായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയാതെ ഏത് പ്രതിസന്ധിയിലും കർത്താവ് നമ്മുടെ പടകിൽ കയറും. കർത്താവ് പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. അടുത്ത ഭാഗം, പടകിലുള്ളവർ ആരാണ്? പടകിലുള്ളവർ യേശുവിന്റെ ശിഷ്യന്മാർ. നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കാരണം യേശുവിന്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ യേശു തനിയെ മലയിൽ പോയി പ്രാർത്ഥിക്കണമായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി കാത്തിരിക്കുക. എന്റെ മകൻ എന്ന് എന്റെ അടുക്കലേക്ക് മടങ്ങി വരും, എന്റെ മകൾ എന്നാണ് എന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നു എന്ന് പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു അപ്പനെ പോലെ യേശു കർത്താവ് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ കാത്തിരിക്കുക. ഇന്നലകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നമുക്ക് ഈ വിശ്വാസത്തെ ഉറപ്പിക്കാൻ കഴിയുമോ?
യേശു കർത്താവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. മനുഷ്യർക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത അതേ കാര്യങ്ങൾ ആണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ മാത്രമല്ല, നമ്മളെ നടത്തിയ വിധങ്ങളെയും ഓർക്കണം. അത് ഓർത്താൽ അത് ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് എത്രയെത്ര പ്രതിസന്ധികൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നന്ദി പറയാനിരിക്കുമ്പോൾ, അത് പല കാര്യങ്ങളും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ സ്വപ്നം കാണുന്നത് പോലെയാണ് പല കാര്യങ്ങളും ദൈവം നടത്തിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ദൈവം നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. 4:36 അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുക അനുവാദം ചോദിച്ചു. 35 മുതൽ വായിക്കാം ബാക്കി. അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞു. അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്ന് അറിഞ്ഞു. യേശു കർത്താവ് കടലിന്റെ മീതെ നടക്കുമ്പോൾ, യേശു കർത്താവ് ആ പടകിൽ കയറുമ്പോൾ ആ കാറ്റമർന്നു, കടലിനകത്ത് ശാന്തത വന്നു. ആ പടകിൽ ഉള്ളവർ യേശു ആരെന്ന് അറിഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ കർത്താവിന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ ദേശത്തിലെ ജനവും യേശു ആരെന്ന് അറിഞ്ഞു. അപ്പൊ യേശുവിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ പ്രതിഫലനങ്ങളാണ് ഇത് അറിയാൻ കഴിയുന്നത്. നമ്മൾ ആരാണെന്ന് ലോകത്തെ അറിയിക്കുന്നത് കർത്താവായിരിക്കണം. അല്ലാതെ മറ്റുള്ള മനുഷ്യർ പറഞ്ഞ് നമ്മെ കുറിച്ച് ദോഷം പറയുമ്പോഴും നമ്മൾ ആരാണെന്ന് അവയെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തുവാനിടയായി തീരും. ഒരുപക്ഷെ നിങ്ങളെ വളരെ അപമാനിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. അത് കണ്ടിട്ട് അവരെ നമ്മെ കുറിച്ച് അപവാദം പറഞ്ഞവർ അതേ പറയും, ഇല്ല അവനോടൊപ്പം കർത്താവുണ്ടെന്ന്. അത് കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കണമെങ്കിൽ ആ കർത്താവുമായി ഒരു നിരന്തരമായ ബന്ധം സ്ഥാപിപ്പാനിടയായി. ഒരു ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചത് ഞാൻ കടമെടുത്ത് പറയട്ടെ. ഇയ്യോബിന്റെ ജീവിതത്തിൽ 3000 ആടുണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ദൈവം അറിയാത്ത ഒരാടും ഇയ്യോബിന്റെ വീട്ടിലില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാം ഓഹരി ദൈവസന്നിധി കൊടുക്കുന്ന പതിവ് ഇയ്യോബിനുണ്ടായിരുന്നു. അപ്പൊ ഇയ്യോബ് അറിയാത്തതായി, ദൈവം അറിയാത്ത ഒരു നന്മ ഇയ്യോബിന്റെ വീട്ടിൽ ഇല്ലായിരുന്നു. അതെല്ലാം കൃത്യമായ കണക്ക് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കി നൽകി. അപ്പൊ ഒരു ബിസിനസ്, ഒരു ഭവനത്തിനകത്തുള്ള സാധനങ്ങൾക്കെല്ലാം, അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള സാധനങ്ങൾക്ക് എല്ലാം കണക്കുണ്ട്. ഇത്ര സാധനങ്ങൾ, ഇത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കണക്കാക്കി നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കും. എന്തെങ്കിലും പ്രയാസം വന്നാൽ ആ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. അപ്പൊ കണക്ക് എഴുതാത്തതെങ്കിലും ഉണ്ടാക്കി കിട്ടുമോ? കിട്ടില്ല. ഈ ഇടയ്ക്കൊരു വലിയ നഷ്ടം ഒരു കമ്പനിയിൽ സംഭവിച്ചു. അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ ഇൻഷുറൻസ് ചെയ്തിട്ടില്ലായിരുന്നു. അവിടെയുള്ള സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുത്ത് ഒരു പ്രീമിയം അടച്ച് അതിന് ഇൻഷുറൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടിയില്ല. നമുക്കുള്ളത്, നമ്മെയും നമുക്കുള്ള സകലത്തെയും ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചാൽ നഷ്ടങ്ങൾ വരാതെ ദൈവം സൂക്ഷിക്കും. ഇയ്യോബിന് നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളെല്ലാം ദൈവം മടക്കി തരുവാൻ ശക്തനാണ്. ദൈവം അറിയാതെ ഒരു ദൈവവേദന ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് നമ്മൾ തിരിച്ചറിയണം. എന്റെ ജീവിതത്തിൽ കഷ്ടം വരുന്നുവോ, ശോധന വരുന്നോ, പ്രതിസന്ധികൾ വരുന്നുവോ, ഇത് ദൈവം അറിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ നിരാശ മാറിപ്പോകുന്നത്. ലോകത്തിലെ സകല മനുഷ്യന് കഷ്ടതയുണ്ട്, പക്ഷെ ദൈവങ്ങൾക്ക് കഷ്ടതയുണ്ട്. ലോക മനുഷ്യന് കഷ്ടത വന്നാൽ അവൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ അവൻ പട്ടുപോകുമ്പോൾ ദൈവമക്കളെ ദൈവം രക്ഷിക്കുന്നത് അവൻ ദൈവവുമായുള്ള ബന്ധത്തിനനുസരിച്ചാണ്. കർത്താവിന്റെ വചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. യേശു ആ ദേശത്തിലെ ജനങ്ങൾ യേശു ആരെന്ന് അറിഞ്ഞു. രക്ഷിക്കപ്പെട്ട ദൈവത്തെ ദൈവമക്കളെ നമുക്ക് യേശു ആരെന്ന് അറിയുവാൻ കഴിഞ്ഞാൽ നമ്മൾ നേടി.
അടുത്ത വാക്യം വായിക്കാം. അടുത്ത ഭാഗം. ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരെയൊക്കെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം. ഒരു വലിയ മർമ്മം കർത്താവിന്റെ വചനത്തിൽ കാണുന്നു. തൊട്ടവരൊക്കെ ഈ സൗഖ്യം പ്രാപിച്ചു. പക്ഷെ നമുക്ക് തൊടാൻ സമയമില്ല. നമ്മൾ ആരാധന നടക്കുമ്പോഴും വീട്ടില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളില്ല. പിന്നെ യേശുവിനെ തൊടാൻ കഴിയും. അപ്പൊ യേശുവിനെ തൊടണമെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് വരണം. ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. വ്യക്തിപരമായി ഈ യേശുവുമായുള്ള ബന്ധത്തിൽ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പൊ യേശു പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയത് യേശുവിനോട് നടക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ യേശു വ്യക്തിപരമായി പ്രാർത്ഥിക്കണമായിരുന്നു. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാമത് വാക്യം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാമത് വാക്യം. അധികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. യേശുവിനെ കുറിച്ച് അവിടെ പറയുന്നു, അധികാലത്തെ ഇരുട്ടോടെ യേശു ഒരു നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ജനം യേശുവിനെ ശല്യപ്പെടുത്താതിരിക്കുവാൻ, യേശുവിന്റെ പ്രാർത്ഥനയെ അസഖ്യപ്പെടുത്താതിരിക്കുവാൻ. യേശു എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാലും ജനം എന്ത് ചെയ്യും? ഓടി വരും. അതുകൊണ്ട് യേശു കർത്താവ് ആ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. ഫ്രാൻസിസിനെ എന്ന ദൈവദാസനെ കുറിച്ച് ചില വർഷങ്ങൾക്ക് പുറകില് അവിടെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞൊരു സാക്ഷ്യം ആയിരിക്കുന്ന ദൈവദാസൻ പൗലോസ് അദ്ദേഹം ഇന്ത്യയിലാണ് പറഞ്ഞത്. എസെക്കിയേൽ അടനെ കാണാനായിട്ട് പൗലോസ് മാസ്റ്ററേക്കാളും പ്രായം കുറവാണെങ്കിലും എല്ലാവരും അർത്ഥമെന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് ബഹുമാനം കൊടുത്തിട്ട് എസെക്കിയേൽ അടനെ കാണാൻ ചെന്നാൽ രാവിലെ എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങി കുളിച്ച് ഒരു കുപ്പി വെള്ളവും കൊണ്ട് പ്രാർത്ഥന മുറിക്കകത്ത് കയറിയാൽ 8 മണിക്കൂർ കഴിഞ്ഞല്ലാതെ അദ്ദേഹം പുറത്തിറങ്ങില്ല. അദ്ദേഹത്തെ അറിയാവുന്നവരെല്ലാം ആ സമയം കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ പോവുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞത്, ഇനി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി കാണാൻ വന്നാലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സമയം കഴിഞ്ഞാൽ അദ്ദേഹം വാതിൽ തുറന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ മാനിക്കാത്തതല്ല, അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. നമ്മുടെ തീരുമാനങ്ങൾ എവിടെയൊക്കെയോ മുടങ്ങിപ്പോയോ എന്ന് പല യഥാസ്ഥാനപ്പെടുത്തും. കർത്താവ് അധികാലത്തെ ഇരുട്ടോടെ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. അതിന്റെ മുമ്പിലത്തെ 33-ാം വാക്യം വായിക്കാം. യേശു ഉണ്ട നിറഞ്ഞിട്ട് പട്ടണത്തിലെ മുഴുവൻ ജനവും വാതിൽക്കൽ വന്നുകൂടി. ജ്ഞാനവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേക ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിഞ്ഞുകൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിപ്പിച്ചില്ല. യേശു കർത്താവിനോട് വലിയ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ആണെങ്കിൽ ജനം ഇങ്ങനെ തിങ്ങിരിക്കുകയല്ലേ, പിന്നെയും വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ പ്രാർത്ഥിക്കും. യേശു കർത്താവ് വന്ന രോഗികളെ മുഴുവൻ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ പിടിപ്പിച്ചു. അധികാലത്തെ ഇരുട്ടോടെ യേശു ഇരുട്ടോടെ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പോ യേശു കർത്താവ് അത് ഈ വിടുതൽ നടക്കുന്നതിന് നോക്കി നിൽക്കാതെ പിന്നെയും അടുത്ത വിടുതലിന് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 42-43 വാക്യം. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. രാത്രി മുഴുവൻ ശുശ്രൂഷയാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ നിർജ്ജന പ്രദേശത്ത് പോയി യേശു പ്രാർത്ഥിച്ചു. അപ്പൊ യേശു വ്യക്തിപരമായി പ്രാർത്ഥിച്ചപ്പോഴൊക്കെയും ആരെയും കൂട്ടിയില്ല. ഇന്ന് പകൽക്കാലം വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയ്ക്കായി നമ്മൾ സമയം കണ്ടെത്തുന്നു എങ്കിൽ നിശ്ചയമായും കർത്താവിന്റെ നന്മകൾ അനുഭവിക്കാനായിട്ട് കഴിയും. ഞാനൊരു സംഭവകഥ കേട്ടിട്ടുണ്ട്. ചേരി പ്രദേശങ്ങളിൽ ശക്തമായി ഉപയോഗിച്ച ഒരു ദൈവദാസി, ലോകം അറിയപ്പെടുന്ന പ്രശസ്തയായ ഒരു ദൈവദാസി
ഒരു വീട് ചെന്ന് വാടകയ്ക്കെടുത്ത് അവിടെ പാർത്ത് ചേരി പ്രദേശങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ആളുകളെ വേണ്ടി ശുശ്രൂഷിച്ചു. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, അവരുടെ സുവിശേഷം പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ സ്നാനപ്പെട്ടു. ആ ദേശത്ത് ഒരു വലിയ ശുശ്രൂഷ അവർ ചെയ്തു. ഒരു ദിവസം അവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. താൻ മരിക്കുകയാണ്. മരിച്ചശേഷം ദൂതന്മാർ തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി നല്ല തിളങ്ങുന്ന കൊട്ടാര സദൃശ്യമായ ആ ഭവനങ്ങൾ പണിതിരിക്കുന്നു. അതിന്റെ നടുവിലൂടെ ആ തങ്കം പൊതിഞ്ഞ തറയിലൂടെ ഈ മാതാവിനെ കൊണ്ടുപോയ ഒരു ദൂതൻ പോകുന്ന വഴിക്ക് ഒരു ഭവനം പണിയുന്നത് കാണിച്ചു കൊടുത്തു. നല്ല രത്നങ്ങൾ കൊണ്ട് പണിയുന്ന ഒരു ഭവനം. അതിന്റെ പണി പൂർത്തിയായില്ല, അതിന്റെ പണി ഇനി ശേഷിപ്പുണ്ട്. ആ ദൂതൻ പിന്നെയും മുന്നോട്ട് വരെ കൊണ്ടുപോയി. നല്ല വെളിച്ചമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ ദൈവദാസൻ ചോദിച്ചു, എന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആ സ്ത്രീക്ക് പണിയുന്ന ഭവനം, ആ മുത്തുകൾ കൊണ്ട് നിറയപ്പെട്ട മനോഹര ഭവനം, എനിക്കെവിടെയാണ് ഭവനം? അപ്പൊ ദൂതൻ പറഞ്ഞു, അതെ, നിങ്ങളുടെ ഭവനം ഇനി കുറെ കൂടെ മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു. കുറെ കൂടെ മുമ്പോട്ട് പോയി തനിക്ക് വേണ്ടി ഉള്ള ഭവനം കാണിച്ചു കൊടുക്കുവാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അവിടെ ഒന്ന് ദേഷ്യം വന്നിട്ട് പറയുകയാ, ഈ ഇരുട്ടത്തെ എനിക്ക് വേണ്ട വീട്. എന്റെ വീട്ടു ജോലിക്കാരിക്ക് നല്ല വീട്, എനിക്ക് ഇരുട്ടത്തെ വീടുമോ? അപ്പോഴേക്ക് ദൈവദൂതൻ പറഞ്ഞു, നീ പോയി ചേരി പ്രദേശങ്ങളിൽ പോയി ശുശ്രൂഷിക്കുമ്പോൾ വിടുതൽ നടക്കുന്നതിന് രഹസ്യമുണ്ട്. നിനക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരുക്കി തന്നിട്ട് നിന്റെ വീട്ടിലെ വേലക്കാരി മുട്ടിന്മേൽ നിന്ന് അതേ നീ തിരിച്ചു വരുന്നവരെ പ്രാർത്ഥിക്കും. അവിടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് നീ നേടുന്ന ആത്മാക്കളുടെ പ്രതിഫലം നിന്റെ പേരിൽ എഴുതുന്നത് അവരുടെ പേരിലാണ് എഴുതുന്നത്. 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ പൈസ ചെലവിട്ട്, ബന്ധപ്പാടുകൾ സഹിച്ച്, സമയം ചെലവിട്ട് നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കും ഒരിക്കലും വ്യർത്ഥമല്ല. അത് ഈ ആലയത്തിലൂടെ, അത് ഇവിടുന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസങ്ങളിലൂടെ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്താൽ നിങ്ങളുടെ മക്കളുടെ അക്കൗണ്ടിൽ അത് വേണ്ടാൽ നിശ്ചയമായി. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ മാറി മാറി പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുണ്ട്. അത് ഒരു വെറും ചെലവല്ല, അതിന്റെ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ദൈവം അനുവദിക്കുകയുമില്ല. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ യേശു നേരം വെളുത്തപ്പോൾ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. 40-ാം വാക്യം. സൂര്യൻ അസ്തമിക്കുമ്പോൾ ജ്ഞാനാവ്യാധികളെ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. യേശു കർത്താവ് വന്ന രോഗികളെ മുഴുവൻ സൗഖ്യമാക്കി. അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തി പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ദാസന്മാര് വ്യക്തിപരമായി ചെയ്യുന്ന പ്രാർത്ഥന അതാണ്. ഒരു ശുശ്രൂഷ കഴിഞ്ഞാൽ അടുത്ത ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ള ശക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. അത് ആരും നിർബന്ധിച്ചിട്ടല്ല, അവര് ദൈവവുമായുള്ള ബന്ധത്തിലാണ്. എല്ലാ സാഹചര്യത്തിലും അത് കഴിഞ്ഞില്ലെങ്കിലും അത് ദൈവവുമായുള്ള അവരുടെ ഇടപെടലാണ്. ഒരിക്കല് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു ഭവനത്തിൽ കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പൈശാചിക ശക്തി വെളിപ്പെട്ട് ആ വീട്ടുകാരോട് പറഞ്ഞു, ആ സഹോദരൻ പിശാച് വെളിപ്പെട്ട് പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്റർ ഉപവാസത്തിലല്ല എന്ന്. ഞാൻ പറഞ്ഞു, പിശാച് ഞാൻ ഉപവസിക്കാമെന്ന് ഈ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. ആ വീട്ടുകാർ വിടുതൽ വേണമെങ്കിൽ ആ വീട്ടുകാർ ഉപവസിക്കണം. ഞാൻ എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 21 ഉപവാസം ചില നാളുകളെ ആയുള്ളൂ. ഞാൻ ദൈവവുമായുള്ള ബന്ധം. നിനക്കെന്ത് കാര്യം എന്ന് ചോദിച്ച സെക്കൻഡില്ല ആ പിശാച് മുട്ടുമുടക്കി വിട്ടുപോവുകയും ചെയ്തു. പിശാച് ഇതുപോലെ നമ്മെ പരീക്ഷിക്കാൻ അടുത്ത് വരും. യേശുവിനെ പരീക്ഷിക്കാൻ അടുത്ത പിശാച് നമ്മളെ പരീക്ഷിക്കാൻ വരും. അപ്പൊ നമ്മുടെ ബലഹീനത അവൻ ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ വ്യക്തിപരമായി പ്രാർത്ഥനയുള്ള ഒരു ദൈവവേദന പറയണം, പിശാച് നിനക്ക് എന്നോട് കാര്യമില്ല, എനിക്ക് എന്റെ കർത്താവിനോടുള്ള കാര്യം.
ഞാൻ എന്റെ കർത്താവിന്റെ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് അതിനകത്ത് കാര്യമില്ല. നമുക്ക് അവനെ ചവിട്ടാനുള്ള അധികാരമാണ് ദൈവം തന്നിരിക്കുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം പ്രാപിച്ച ദൈവവേദനെ നിങ്ങൾ അടങ്ങിയിരിക്കരുത്. പ്രതികൂലങ്ങളെ കാണുമ്പോൾ കൽപ്പിക്കുവാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകണം. ചിലത് നോക്കി കൽപ്പിക്കാൻ കഴിയണം. അതാണ് ദൈവത്തിന്റെ അധികാരം. നമുക്ക് അതിനെ കാൽ കീഴാക്കി മരിച്ചു കളയുവാനുള്ള അധികാരം ദൈവം തന്നിരിക്കുമ്പോൾ ഒരു വെല്ലുവിളികളെയും നമ്മൾ കാര്യമാക്കരുത്. ഇവിടെ കർത്താവിന്റെ വചനം അതാണ് പറയുന്നത്. യേശു നേരം വെളുത്തപ്പോൾ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. ലൂക്കോസ് സുവിശേഷം 16-ാമത് വാക്യം. അവനോ നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു നിർജ്ജന പ്രദേശത്ത് വേറിട്ട് വാങ്ങിപ്പോയി അകലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എവിടെയൊക്കെയോ കുറവ് വന്നു പോയിട്ടില്ലയോ? ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനാനുഭവങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീരണം. മത്തായി സുവിശേഷം 26-ാം അധ്യായം 36-ാമത് വാക്യം. 26-36. അനന്തരം യേശു അവരുമായി ഗത്ശമന എന്ന തോട്ടത്തിൽ വന്നു ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് യേശു പറഞ്ഞു. യേശുവിന്റെ 9 ശിഷ്യന്മാരെ താഴ്വരയിൽ നിർത്തി പത്രോസും യാക്കോബും യോഹന്നാൻ എന്ന് പറയുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന ശിഷ്യന്മാരെ കൊണ്ട് യേശു ഉയർന്ന മലയിൽ കയറിപ്പോയി. എന്നിട്ട് പോലും ആ 3 പേരെ പോലും യേശു കൂട്ടിയില്ല. യേശു നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ യേശു ഒരു കല്ലേറ് ദൂരം മുമ്പിലേക്ക് ചെന്ന് മുട്ടുമടക്കി. ഇന്ന് പകൽ വ്യക്തിപരമായ പ്രാർത്ഥന ഒരു ദൈവവേദന അത്യാവശ്യമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. യേശു എവിടെയൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ശിഷ്യന്മാരെ പോലും യേശു കൂടെ കൂട്ടിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങളെ ചെയ്യാൻ ദൈവം ഒരുക്കമാണ്. ഒരിക്കലും ഒരു ദൈവദാസന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ദൈവദാസനെയും അദ്ദേഹത്തിന്റെ പിതാവിനെ എനിക്ക് പരിചയമുണ്ട്. ആ പിതാവ് എന്നോട് പറഞ്ഞു, വിജയഭാസ്കർ പറഞ്ഞ എന്റെ മോനോട്, എന്റെ വീട്ടിൽ ധാരാളം വീട് താമസിക്കാൻ സൗകര്യമുണ്ട്, 2 നില വീടുണ്ട്. പക്ഷെ എന്റെ മകൻ വാടകയ്ക്ക് സിറ്റിയിൽ വീടെടുത്ത് താമസിക്കുകയാണ്. അവരുടെ എന്റെ വീട്ടിൽ താമസിക്കാൻ പറയണം. ആൾക്കാർ പറയും, അല്ലെങ്കിൽ ഞാൻ അപ്പനും മക്കളും തമ്മിൽ പിണങ്ങിയിട്ടാണ് അവർ പോയെന്ന് പറയുമെന്ന് പറയും. ഞാൻ അദ്ദേഹത്തിന്റെ മകനായ ദൈവദാസന്റെ റൂമിലേക്ക് കയറിയിട്ട് ഞാൻ പറഞ്ഞു, സന്തോഷ് സുഖവിവരമൊക്കെ അറിഞ്ഞിട്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് പറയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. നിങ്ങളുടെ പപ്പയുടെ ഇഷ്ടം നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കണമെന്നുള്ളതാണ്. എനിക്ക് അത്ര സ്വാതന്ത്ര്യമുള്ള വീടായതുകൊണ്ടാണ് ആ പിതാവ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്ന് വിചാരിച്ചിട്ടാണ്. എന്നെക്കാൾ വളരെ ശക്തമായ ലോകപ്രശസ്തനായ ദൈവദാസനാണ് എന്നോട് പറഞ്ഞത്, വിജയുടെ കാര്യമൊക്കെ ശരി തന്നെ, രാത്രി 2 മണിക്ക് ഞാൻ കടപ്പുറത്ത് പോയി പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്റെ വീട്ടിൽ നിന്ന് രാത്രി 2 മണിക്ക് ഇറങ്ങി എന്റെ അപ്പന്റെ ചങ്ങലയിട്ട് പോകും. അതുകൊണ്ട് ഞാൻ കടപ്പുറത്ത് പോയി 2 മണിക്കൂർ 3 മണിക്കൂർ പ്രാർത്ഥിക്കും. ചിലപ്പോൾ നേരം എടുക്കുന്നത് വരെ കടപ്പുറത്ത് പോയി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. അതാണ് എന്റെ ശുശ്രൂഷയുടെ രഹസ്യം. ഇതെന്റെ പപ്പയോടോ അമ്മയോടോ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഞാൻ പിന്നെ വന്ന് കിടന്നു തുടങ്ങി. ചിലപ്പോൾ രാവിലെ അല്പം താമസിച്ചേ എണീക്കുള്ളൂ. അപ്പൊ രാത്രി ഇറങ്ങിപ്പോയാൽ നീ എവിടെ പോകുന്നുവെന്ന് അപ്പനും അമ്മയ്ക്ക് സംശയം വരും. അതുകൊണ്ട് എന്റെ ഭാര്യയെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. അവളെ കാറിൽ ഇരുത്തിയിട്ട് ഞാൻ പോയി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അവർക്കും സംശയം വരാതിരിക്കാൻ. എന്റെ പപ്പയോടും അമ്മയോടും അത് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സിറ്റിയിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നത്. ഞാൻ ആ പിതാവിനോട് പറഞ്ഞു, ഇതാണ് കാര്യം. ഇത്രയും പറഞ്ഞില്ല, രാത്രിയിലൊക്കെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് സിറ്റിയിലോട്ട് പോയത് എന്ന് പറഞ്ഞ് ആ കാര്യം അവിടെ പരിഹരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞത്, ദൈവം ലോകപ്രശസ്തമായി ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന ലോകത്തിന് അറിയില്ല. ഒരുപാട് പ്രതിസന്ധിയുടെ കടന്നുപോയി പലപ്പോഴും. പക്ഷെ അവിടെയൊക്കെ തളരാതെ നിന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ്.
ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ആ സമയത്താണ് നമ്മൾ അന്വേഷിക്കേണ്ട ദൈവത്തെ. വ്യക്തിപരമായ പ്രാർത്ഥന. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 44-ാമത് വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 22:44, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ യേശുവിന്റെ വിയർപ്പ് നിലത്ത് വീഴത്തക്കവണ്ണം യേശു ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. പാപം ചെയ്തിട്ടില്ലാത്ത കർത്താവ് മാനവരാശിയുടെ പാപത്തെ വഹിച്ച് കാൽവരിയിൽ തന്നെ പ്രാണനെ വിടുവാൻ ഒരുക്കപ്പെടുമ്പോൾ അവൻ യേശുവിന്റെ വിയർപ്പ് വലിയ ചോരത്തുള്ളി പോലെ നിലത്ത് വീണു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്ത ദൈവമക്കളെ, എനിക്ക് വിനയമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അതേ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ദിവസം ഒരാഴ്ച ലീവ് എടുത്താണെങ്കിലും പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയാൽ ബാക്കി ദിവസം ജോലി ചെയ്യുന്നത് നിങ്ങളുടെ നന്മയ്ക്കായി പ്രയോജനം. അതിന് കഴിയാത്തവർ ഞായറാഴ്ചകൾ സഭായോഗം മുടക്കണ്ട. സഭായോഗം കഴിഞ്ഞ് ചില മണിക്കൂറെങ്കിലും ഒരുമിച്ച് നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, കുഞ്ഞുങ്ങളുമായി പ്രാർത്ഥിക്കുവാനും വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. വ്യക്തിപരമായി പ്രാർത്ഥനയില്ലാത്ത ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നാൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, ജയിക്കാൻ കഴിയുകയില്ല. ഈ ലോകത്തില് അതേ പ്രാർത്ഥനയാണ് ഒരു ദൈവപൈതന്റെ ബലം. അതിവിടെ യേശുവിന്റെ വിയർപ്പ് വലിയ ചോരത്തുള്ളി പോലെ നിലത്ത് വീഴത്തക്കവണ്ണം യേശു പ്രാർത്ഥിച്ചെങ്കിൽ നമ്മുടെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന കർത്താവ് മാനിക്കാതെ പോവുകയും, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹന്നായോട് കുറിച്ച് 1 ശമൂവേൽ 1:10 പറയുന്നത്, അവിടെ ഹൃദയത്തിന്റെ വേദന മുഴുവനും ദൈവസന്നിധിയിൽ പകരപ്പെട്ടു. പുരോഹിതന് പോലും അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതേ പള്ളിയിലെ പാസ്റ്റർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും, മറ്റു വിശ്വാസികൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം മുഴുവനും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചാൽ പ്രത്യാശയോടെ മടങ്ങിപ്പോകാൻ കഴിയും. ഒരു ആരാധന കഴിഞ്ഞ് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ വാടിയ മുഖത്തോടെയല്ല, പിന്നെയോ എന്റെ വിഷയം മുഴുവനും എന്റെ അപ്പനോട് പറഞ്ഞു, അപ്പൻ തക്ക സമയത്ത് എല്ലാം ചെയ്യും. അങ്ങനെ വിശ്വാസത്തോടെ, ധൈര്യമായി, സന്തോഷത്തോടെ, ആനന്ദത്തോടെ ഒരു ദൈവദാസൻ വന്ന് ലോട്ടറി എടുത്ത സന്തോഷത്തോടെ ആലയം കൊണ്ട് മടങ്ങിപ്പോകാം. അപ്പൊ ദൈവവുമായ ബന്ധത്തിൽ നമ്മളായി കഴിയുമ്പോൾ, മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ യേശു തിരുപ്രഭാഷണത്തിൽ നമ്മോട് പറയുന്ന കാര്യം, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ രഹസ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ലോകവുമായുള്ള സകല ബന്ധവും വിച്ഛേദിച്ച് നമ്മൾ രഹസ്യത്തിൽ ആരും കാണാതെ മൊബൈലിൽ ചിലത് കാണാൻ പറ്റുമോ? അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിനെ കാണുവാനായിട്ട്, യേശുവിനെ കാണുവാൻ തടസ്സമായി തോന്നുന്ന സകലത്തെയും മാറ്റി വെച്ചിട്ട് യേശുവിന്റെ സന്നിധി മുട്ടുമടക്കുവാൻ ഇവിടെ കളയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് വ്യക്തിപരമായ ജീവിതത്തിൽ ആ ഒരു അറ എന്ന് പറഞ്ഞ വീട്ടിനകത്ത് പ്രത്യേകം അറയുണ്ടാക്കണമെന്നല്ല അതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കപ്പെട്ട സ്ഥലത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒറ്റ മുറിയിൽ താമസിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ധാരാളം പേരുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് പുറകില് ഒരു ദൈവദാസൻ മിർജാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുത്തെ KSRTC ഫൈബർ ആയിരുന്നു. 25 വർഷങ്ങൾക്ക് പുറകിൽ അദ്ദേഹം ഒരു ട്രെയിനിങ്ങില് UP എന്ന് എഴുതി കാണിച്ച ദൈവം. അങ്ങനെ ജോലി രാജിവെച്ച് UPയിലേക്ക് പോയി. ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒറ്റ മുറി
ഒരു ബാത്റൂമും, അത്രയേ ഉള്ളൂ. കൂടുതൽ കൊടുക്കാൻ വാടക കൊടുക്കാൻ കാശില്ല. അവിടെ പാർത്തു. അവിടെ പോയി അദ്ദേഹം വൈഫുമുണ്ട്, ഒരു കുഞ്ഞുമുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഭാര്യയും കുഞ്ഞും കൊച്ചു കുഞ്ഞാണ് ആളിലിരിക്കും. ഈ കർത്താവിന്റെ ദാസൻ ആ ടോയ്ലറ്റിന്റെ വൃത്തിയാക്കി അതിന്റെ മുകളിൽ ഒരു ചീറ്റൊക്കെ ഇട്ട് അതിന്റെ മുകളിൽ പായ് വിട്ട് അവിടെ നിന്ന് മുടക്കി പ്രാർത്ഥിക്കും. അദ്ദേഹം പറഞ്ഞത് വേറെ സ്ഥലമില്ല, പക്ഷെ ഹാളിൽ ഇറങ്ങിയത് കുഞ്ഞിങ്ങനെ കൂടെ വന്ന് ശല്യം ചെയ്യും. എന്റെ ഭാര്യയെ വേറെ മുറിയിലോട്ട് മാറ്റാൻ വേറെ മുറിയില്ല. അവിടെ ഇരുന്ന് അദ്ദേഹം 40 ദിവസങ്ങൾ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് മിർജാപൂരിൽ 10,000 കൂടുന്ന മീറ്റിംഗ് അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറയട്ടെ, നമുക്ക് എത്രയോ സാഹചര്യങ്ങൾ ദൈവം തന്നിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ഒരു ഇടം വേർതിരിക്കാൻ നമുക്ക് കഴിയുമോ? പ്രാർത്ഥനയ്ക്കായി ഒരു പായ് വേർതിരിക്കാൻ നമുക്ക് കഴിയുമോ? പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കാൻ കഴിയുമോ? നിശ്ചയമായും കർത്താവ് നമ്മെ അനുഗ്രഹിക്കാതെ വിടുകയില്ല. കർത്താവ് നമ്മൾ ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ്. ഞാൻ പറയും, അലസന്മാരെ ദൈവത്തിന് ആവശ്യമില്ല. കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കണം നമ്മൾ. അധ്വാനിക്കാൻ കഴിയുന്ന കാലഘട്ടങ്ങളൊക്കെ കഠിനമായി അധ്വാനിക്കണം. ഞാൻ യൗവനക്കാരോടൊക്കെ പറയാറുണ്ട്, പകല് മുഴുവനും കൂലിപ്പണി ചെയ്തിട്ട് രാത്രി മുഴുവനും സാധനങ്ങളെല്ലാം കോൺട്രാക്ട് എടുത്ത് ചുമക്കുന്ന ഒരുവനായിരുന്നു ഞാൻ എന്റെ യൗവനകാലത്ത്. ഒരു ദിവസം 2 ആളിന്റെ ജോലി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അലസന്മാരെ കണ്ട എനിക്ക് ഇന്നും ഇഷ്ടമല്ല. യൗവനക്കാരൊക്കെ ഞാൻ ഉത്സാഹിപ്പിക്കാറുണ്ട്. ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ഒരു യൗവനക്കാരൻ 27 വയസ്സുള്ള 26 വയസ്സ് പ്രായമുള്ള യൗവനക്കാരൻ ഒരു കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ ജോലി? ഞാൻ ഈ ആനിമേഷൻ ചെയ്യുകയാണ്. ഞാൻ ഒരു മാസം എത്ര രൂപ ശമ്പളം കിട്ടും? എത്ര രൂപ വരുമാനമുണ്ട്? എനിക്കൊരു 5,000 രൂപ കിട്ടും. ഞാൻ അവരോട് പറഞ്ഞു, ഈ ഇപ്പൊ 50,000 രൂപ വരുമാനം കണ്ടെത്താനുള്ള പ്രായമായി. 5,000 രൂപയും കൊണ്ട് ജീവിക്കാൻ നീ അലസനായല്ലേ? നിനക്കൊരു കുടുംബമായ ഒരു തലമുറ എങ്ങനെ ജീവിക്കും? ഇന്ന് തന്നെ പോയി ഒരു 10 സ്റ്റുഡിയോയിൽ പോയി ചോദിക്കണം. നീ ചെയ്ത വർക്ക് അവിടെ ചെന്ന് കണ്ടെത്തണം. അവിടെ പോയി ജോലി ചെയ്യണം. ആ കിട്ടുന്ന വീട്ടിൽ കൊണ്ടുപോയി ചെയ്യണം. 50,000 രൂപയ്ക്കുള്ള ജോലി നീ ഒരു മാസം കണ്ടെത്തണം, ഏറ്റവും കുറഞ്ഞത്. എങ്കിലും ഒരു കുടുംബം ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം എന്റെ മുമ്പ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ എന്നെ കാണുമ്പോ ആ പുറവശത്തൂടെയൊക്കെ ഇറങ്ങി നടക്കും. ഞാൻ പറഞ്ഞത്, ഈ യൗവനക്കാരൻ ഈ സമയത്ത് 5,000 രൂപ കണ്ടെത്തിയാൽ അവന്റെ ജീവിതം മുഴുവൻ ശൂന്യമാണ്. ഇല്ല, അവനെ ഉത്സാഹിപ്പിക്കുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ പ്രായത്തിൽ ഞാൻ 2 പേരെ ജോലി ചെയ്ത് ജീവിച്ച മനുഷ്യനാണ്. അന്ന് കൂലിപ്പണിയായിരുന്നെങ്കിലും അതിനകത്തൊരു വിഷമം എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ന് പകല് ഞാൻ പറയട്ടെ, അലസന്മാരെ ദൈവത്തിന് ആവശ്യമില്ല. നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. അധ്വാനത്തിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. നമുക്ക് വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ഇടാവശ്യമാണ്. ഉള്ള സാഹചര്യത്തിനകത്ത് എല്ലാവരും വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ഇടാവശ്യമായിരിക്കണം. അവിടെ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടെന്ന് കാണിക്കണം. പാസ്റ്റർ, എന്റെ വീട്ടിൽ ഞാൻ ഇവിടെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥന ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഒരു ദൈവദാസൻ ബാത്റൂമിനകത്തിരുന്ന് ദൈവസ്ഥനിൽ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടാ, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്. അങ്ങനെ അത്ര ബുദ്ധിമുട്ടൊന്നുള്ള വീടുകളൊന്നും നമ്മുടെ വീടുകളിലില്ല. ഏറ്റവും കുറഞ്ഞ് 2 മുറിയെങ്കിലും ഇല്ലേ നമ്മുടെ വീടുകളിൽ? നമ്മുടെ വീടിന്റെ ഒരു ഭാഗം പ്രാർത്ഥനയ്ക്കായി കെട്ടിയടച്ചൊന്നും വേർതിരിക്കേണ്ട. ആ ഭാഗത്ത് പ്രാർത്ഥിക്കാനുള്ള പായും വേദോത്സവവും മാത്രവും ഒരു ഷെൽഫിൽ വെച്ച് ഒരു സ്ഥലം വേർതിരിച്ചാൽ അവിടെ കർത്താവ് ഇറങ്ങി വരും. എന്റെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ. അങ്ങനെ വ്യക്തിപരമായി പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, പ്രതിസന്ധി വന്നാൽ, ദൈവം അറിയാതെ നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. നീയോ പ്രാർത്ഥിക്കുമ്പോൾ ആഴയിൽ കടന്നു വാതിലടച്ച് ലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ച് ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ ഇന്ന് പകൽക്കാലം ആരൊക്കെ തീരുമാനമെടുക്കുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും ദൈവം ശക്തനാണ്. വ്യാധികളെ സൗഖ്യമാക്കുവാൻ, കടബാധ്യതകളെ മാറ്റുവാൻ, വചനമാർഗത്തിന് വേണ്ടി പുതിയ വഴികളെ തുറക്കുവാൻ, പുതിയ വാതിലുകൾ തുറക്കുവാൻ, ശത്രു അടച്ചു വെച്ചതിനെല്ലാം തുറന്നു തരുവാൻ, തലമുറ നന്മയ്ക്ക് വേണ്ടി കരുതുവാൻ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് സർവശക്തനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എന്റെ ദൈവത്തിന് അസാധ്യമെന്നൊരു പദമില്ല. നമ്മുടെ തലമുറകളെല്ലാം പ്രാർത്ഥന അനുഭവമുള്ളവരായി മാറട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം
മാത്രമല്ല പ്രാർത്ഥിക്കാൻ പഠിക്കട്ടെ. ഓ എത്രയോ ഒരു പ്രാർത്ഥനാത്മാവിനാൽ ഇന്ന് പകൽക്കാല ദൈവത്തിന് നിറയ്ക്കുക. ഓ ഒരു പ്രാർത്ഥനാത്മാവിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കുക. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഓ ദൈവം നമ്മൾ നിറയ്ക്കട്ടെ. ദൈവം നമ്മൾ നിറയ്ക്കട്ടെ. ദൈവം നമ്മൾ നിറയ്ക്കട്ടെ. ആ പ്രാർത്ഥന ആത്മാവിനാൽ നിറയ്ക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന മടുപ്പുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഉറക്കങ്ങളും മയക്കങ്ങളും മാറിപ്പോകട്ടെ. ആത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ എല്ലാവരും എഴുന്നേൽക്കാം. ഒരു പാട്ടിന്റെ ഒന്നിനും പാടി നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ മടങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എല്ലാവർക്കും എഴുന്നേൽക്കാം. ആ ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവത്തോട് പറ, കർത്താവേ, എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ഞാൻ ഇടവിന്ന് പകൽക്കാലം കണ്ടെത്ത്. എന്റെ ഭവനത്തിൽ ചെന്നാൽ ഞാൻ അതിനുള്ള ക്രമീകരണം ഒരുക്കുക. എന്റെ വീട്ടിൽ ധാരാളം മുറികളുണ്ടെങ്കിൽ ഒരു മുറി പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ വേർതിരിക്കുക. ഓ ഞാൻ രാവിലെയും വൈകുന്നേരത്ത് അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ എനിക്ക് അതിനായിട്ടുള്ള ഒരു സമയം ഒരുക്കണമേ, ഇതിനുള്ള ഒരു മനസ്സൊരുക്കം തരണമേ എന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് എത്ര പേർ പ്രാർത്ഥിക്കുക? അവർക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. Mother
പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. വ്യക്തിപരമായി പ്രാർത്ഥന അനുഭവമുള്ളവരായി ഞങ്ങൾ മാറുവാൻ കർത്താവേ അങ്ങ് കൃപ ചെയ്യണമേ. മറ്റെല്ലാറ്റിനേക്കാൾ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിപ്പാൻ, പ്രാധാന്യം പ്രാർത്ഥന അനുഭവത്തിന് കൊടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. പ്രാർത്ഥനയുടെ ഓരോ ദിവസവും ആരംഭിക്കുവാൻ, പ്രാർത്ഥനയുടെ ഓരോ ദിവസവും അവസാനിപ്പിക്കുവാൻ, വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ കർത്താവേ അങ്ങ് കൃപ ചെയ്യണമേ. അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആവശ്യമായിരിക്കുന്ന നന്മകളാൽ, സ്വർഗീയ കൃപകളാൽ നിറയ്ക്കണമേ. ഒരുവരോ അല്ലെങ്കിൽ ഇരുവരോ ഒരുമിച്ച് നിന്ന് ഐക്യതയോടെ പ്രാർത്ഥിച്ച ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുവാൻ, ഞങ്ങളുടെ ആത്മീക വർധനവിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ. കടന്നിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവ കൃപ പകരണം. ഇന്നു മുതൽ ഞങ്ങളുടെ പ്രാർത്ഥനാനുഭവങ്ങൾക്ക് ഒരു വർധനവ് നൽകണമേ. പാട്ടുകൾ പാടുവാൻ, ഓർകൾ വായിപ്പാൻ, സങ്കീർത്തനം പ്രബോധിപ്പിക്കാൻ, മധ്യസ്ഥങ്ങൾ നേതൃത്വം കൊടുക്കുവാനൊക്കെ ദൈവം പ്രിയപ്പെട്ടവരെ ബലത്തോടെ നിർത്തിയല്ലോ. ദൈവത്തിന്റെ വചനം നിന്ന് കേൾപ്പിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയല്ലോ. ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. സന്തോഷത്തോടെ സ്വഭവനങ്ങൾ പോയി സ്വസ്ഥമായി ഇരാപാർത്ത് പിന്നെ ഒരുമിച്ച് കൂടി വരും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കണം. വൈകിട്ടുടങ്ങുന്ന കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റണമേ. എല്ലാവർക്കും കടന്നു വരുവാനുള്ള സാഹചര്യം ഒരുക്കണം. ബലഹീനതയോടെ വരാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നുള്ളവേ ദൈവത്തിന്റെ വചനമായി ചെന്ന് സൗഖ്യമാക്കണം. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകൾ കേണം പരിശുദ്ധ പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും നാം പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയങ്ങളോടും നമ്മുടെ പ്രാർത്ഥനാനുഭവങ്ങളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. സമാധാനത്തോടെ പോകാം. ദൈവം